ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇതുണ്ടാ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കടലാസ് ചെടി പോലുള്ള ചെടിയുണ്ടാ, നല്ല ഭംഗിയില്ല കാണാൻ. ഈ ഒരു മരം മുഴുവനും അത്രയുള്ള ചെടിയുണ്ട. നമ്മളിന്ന് പ്ലാന്റിംഗ് ഫീൽഡിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. ഈ കാണുന്ന ഉണ്ടാ, ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അവൈലബിൾ ആണെന്നറിയില്ല, എന്നാലും നമുക്കിനകത്ത് കയറി നോക്കാം. ഇത് റെയിൻ ഫോറസ്റ്റ് മാതിരിയുള്ള ഒരു സംഭവമാണ് ഉണ്ടാകും. മുകളിൽ സൺഷെയ്ഡ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ വാഴകളുണ്ട്, നാട്ടിലെ ചെടികളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. നോക്കിയേ, ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ ചെടികളൊക്കെ നമുക്ക് നാട്ടിലുള്ള ചെടികളുണ്ടാകും. ഇതെനിക്ക് തോന്നുന്നത് കൊക്കോ ആണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് നാട്ടിലത്തെ വാഴകളൊക്കെയാണ്. നമുക്ക് ആ സൈഡിൽ കൂടെ പോകാം. ഇവിടെ വന്നിട്ട് ഈ മരങ്ങളിൽ കണ്ട ഒരു ചെടി തൂങ്ങി കിടക്കണേ, നമ്മുടെ നാട്ടിലെ ആൽമരം പോലെയൊക്കെയല്ലേ ഇരിക്കണം. നോക്കി, വള്ളിച്ചെടി. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ തെറ്റി. പക്ഷേ ഇത് ഓറഞ്ച് കളറാണ്, ബ്രൈറ്റ് റെഡ് അല്ലെന്നേ ഉള്ളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ചെടിയാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൽമരത്തിൻ്റെ ചെടിയിലൂടെ പോകുന്ന ഒരു ഇലയിൽ ഇതിൻ്റെ വേരുകളാട്ടോ മരത്തിൽ. ഇതിനകത്ത് നിറയെ നമ്മുടെ ഇന്ത്യൻ ചെടികളുണ്ട്. തെറ്റിയുണ്ട്, പിന്നെ പിങ്ക് ലെമൺ, പിങ്ക് ലെമൺ, നാരകത്തിൻ്റെ ഒരു സംഭവമാണ് പിങ്ക് ലെമൺ. ഇതിനകത്ത് കമുകുണ്ട്. ഈ സെക്ഷൻ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷനിലെ വിഷ്വൽ നല്ല അടിപൊളിയാണ്. നല്ല പ്ലാന്റുകളും കൂടുതലും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നാത്ത ഈ ചെടികൾ നമ്മുടെ നാട്ടിലെ വേലിക്ക് നിൽക്കുന്ന ചെടിയാണ്. പക്ഷേ ഇത് പുറത്ത് വെക്കാൻ പറ്റത്തില്ല. തണുപ്പ് വരുമ്പോഴത്തേക്ക് ഇതിന് ഡാമേജ് വരുന്നതുകൊണ്ടാണ് അത് ഈ ഇൻഡോറിലായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡോറിലുണ്ട്, അവിടെ വിൻഡോ ഉണ്ട്, അത് ഓപ്പൺ ആക്കും സമ്മർ ടൈമിൽ. വിൻ്റർ ടൈമിൽ അത് ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് മിസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ. നമ്മുടെ നാട്ടിലെ കടലാസ് ചെടി ഉണ്ടല്ലോ, ദേ ആ കാണുന്നത് കടലാസ് പൂവിൻ്റെ ചെടിയാണ്. എന്താ, അതുവരെ ഇൻഡോറിലാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗൾഫിലൊക്കെ കാണുന്ന ആ ഒരു തെങ്ങ്, അല്ല ഇതെല്ലാം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ചെടി കേട്ടോ. തണുപ്പടിച്ച് കഴിഞ്ഞാൽ പോകുന്ന ചെടിയാണ്, പക്ഷേ ഇൻഡോറാണ് ഇതെല്ലാം. ഏത് കമുകിന്? ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ഉണ്ട്, അത് കയറിപ്പറിക്കുന്നുണ്ട്. ഈ വെറൈറ്റി ചെടികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെയാണ്. അതുപോലെ തന്നെ ദേ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ചെടി എന്താ, ചേമ്പ്. ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ എനിക്കത് കണ്ടൽക്കാടിൻ്റെയൊക്കെ വേര് മാതിരിയുള്ള ചെടികൾ അതാണോന്ന് എനിക്കൊരു സംശയം. സോറി, മെക്സിക്കയിൽ നിന്ന് വരുന്ന ചെടിയാണ്. ഇതിനകത്തും അതേപോലെ തന്നെ നല്ല വെറൈറ്റി. നമ്മൾ ഈ സെക്ഷനിൽ എത്തിയിട്ടില്ല. ഈ സെക്ഷനിലാണ് അവർ ചെടികൾ പ്ലാന്റ് ചെയ്യുന്നത്.
ഈ ഒരു ഇതിനകത്ത് ഓർക്കിഡിൻ്റെ കളക്ഷനാണ് ഈ സാധനത്ത്. ഈ ഇരിക്കുന്ന എല്ലാം ഓർക്കിഡ് കളക്ഷനാണ്. എല്ലാ ടൈപ്പിലുള്ള ഓർക്കിഡ് കളക്ഷൻ ഇവിടെ ഉണ്ട്. നല്ല പഴക്കമുള്ളതും പുതിയതുമായിട്ടുള്ള ഓർക്കിഡിൻ്റെ കളക്ഷനാണ്. എല്ലാത്തിനും അതിൻ്റെ വർഷങ്ങളും ഏജുകളും ഒക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്ര വർഷം പഴക്കമുള്ള ഓർക്കിഡാണെന്ന്. ഓർക്കിഡ് ഇവിടുത്തെ അമേരിക്കൻസിൻ്റെ ഒരു ബെസ്റ്റ് ചെടിയാണ്. എന്താ ഈ ടൈപ്പിലുള്ള പൂക്കളും കണ്ടുണ്ട് ഓർക്കിഡിൻ്റെ. ഈ സെക്ഷൻ മൊത്തം ഓർക്കിഡാണ്. വെറൈറ്റി ഓർക്കിഡ്സ്. ഓർക്കിഡിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. എല്ലാത്തിനും സ്പേസ് ഉണ്ട്. ഇതിനകത്ത് മുഴുവനും കള്ളിമുൾച്ചെടിയാണ്. പല തരത്തിലുള്ള കള്ളിമുൾച്ചെടികൾ ഇതിനകത്തുണ്ട്. വെറൈറ്റി. നമ്മളിത് ഇൻഡോറിൽ മാത്രമേ ഈ കള്ളിമുൾച്ചെടി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് തണുപ്പത്ത് നിൽക്കുന്നതല്ല. ഇത് നമ്മൾ മരുഭൂമിയിലൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് മഞ്ഞ് പെയ്യുമ്പം ഇത് സർവൈവ് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അത് ഇതിനകത്ത് മുഴുവനും ഇതുപോലെ എൻ്റെ വീട്ടിലൊക്കെ ചെറിയ ഇതുണ്ടല്ലേ, ഈ ചെടിയൊക്കെ എനിക്കുണ്ട്. ഇതെനിക്കുണ്ട്. ആ ചെടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ലീവ്സിനുണ്ട്. അതിൻ്റെ ഫ്ലവർ കണ്ടോ? ഓരോ ഇതിൽ നിന്നും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ സൈഡിലും സെയിമാണ്. ഇവിടെയും നമുക്കതുപോലെ സെയിം കാറ്റക്സിൻ്റെ ഫാമിലിയിലുള്ള ചെടികളാണ് ഈ സൈഡിലുള്ളതെല്ലാം. ഇതെല്ലാം ഈ തണുപ്പ് സമയത്ത് അവർ ഇൻഡോറിൽ കണ്ട സണ്ണ് കിട്ടത്തൊക്കെ ഇൻഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ പൈപ്പ് കൂടെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ചേർന്ന്. ഇതൊരു മറ്റൊരു കാറ്റക്സ് ആണ് കേട്ടോ. നല്ല ഹെവി വെയിറ്റ് ഉള്ളത്. ഗൾഫ് കൺട്രിയിലൊക്കെ കാണുന്ന, മരുഭൂമിയിൽ കാണുന്ന അതേ മാതിരിയുള്ള കാറ്റക്സ് ആണ്. മഞ്ഞിൽ മാത്രമാണ് ഇത് സർവൈവ് ചെയ്യാൻ പറ്റാത്തത്. ഈ ചെടിയും നമ്മുടെ നാട്ടിലുണ്ട്. നല്ല മുള്ളുള്ള ചെടിയുണ്ട്. കാറ്റക്സിൻ്റെ കള്ളിമുൾച്ചെടിയുടെ നല്ല കളക്ഷൻ കൂടെയാണ്. ഹസ്ബൻഡ് ഇവിടെ പോയി. പുള്ളിക്കാരന് കാറ്റക്സ് ഒന്നും കാണാനുള്ള ഒരിതില്ല. പുള്ളി പുറത്തിയാടി കാണുന്നത്. ഈ ഒരു സൈഡും ഹലോ എൻ്റെ കൂടെയുള്ള ആൾ പുറത്തിയാടി. എൻ്റെ പേരെനിക്കറിയത്തില്ല ഈ ചെടിയുടെ. പക്ഷെ നാട്ടിലുള്ള ചെടിയൊക്കെ തന്നെ ഇത് മൊത്തം അതിൻ്റെ കളക്ഷനാണ്. ചെടികളുടെയൊക്കെ പേരറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം തന്നെ ഇൻഡോർ പ്ലാന്റുകളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടിയാണ്. കാറ്റക്സിൻ്റെ പല തരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇത് വിൻ്റർ സമയത്ത് ഈ റൂം ഓപ്പൺ അല്ല, ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല. വിൻ്ററിൽ അവരിത് സ്ട്രിക്ട്ലി ക്ലോസ്ഡ് ആണ്. ഇവിടുത്തെ ഈ ഇൻഡോർ കളക്ഷൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് പെട്രോൾ വൈൻ, നമ്മുടെ നാട്ടിലുള്ള പെട്രോൾ വൈനാണ്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ തണുപ്പത്ത് സർവൈവ് ചെയ്യുന്ന പ്ലാന്റുകളല്ലാത്തത് കൊണ്ട് ഇൻഡോർ പ്ലാന്റുകളാണ്. അതിനുള്ള സിസ്റ്റം എല്ലാം തന്നെ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒന്ന് കണ്ട് എടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ അന്തൂറിയത്തിൻ്റെ പല വെറൈറ്റി കളക്ഷനും ഇതിനകത്തുണ്ട്. നമുക്ക് മറ്റൊരു സെക്ഷനിലേക്ക് പോകാം. നമുക്ക് ഇതുവഴി കയറി അപ്പുറത്ത് ഇറങ്ങണം. അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകാം. ഇതുവഴി പോകാം. ക്രീപ്പിൻ ഫിഗാണ് ഇതാണ്. നമുക്ക് ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെയൊക്കെ ഫ്ലവർ കണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ. ഓർക്കിഡിൻ്റെ മറ്റൊരു ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ്. അന്തൂറിയം മരത്തിലാണ് അവർ കൂടുതലും ചെടികൾ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ പേരെന്തോന്ന് അറിയാവോ? ബ്രസീലിൽ നിന്നുള്ള ചെടിയാണ് കേട്ടോ, ബ്രസീലിൽ നിന്നുള്ള ചെടിയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻഡോറിലെ ഒരു വേർഷൻ. കോക്കോ കോക്കോ നാട്ടിലത്തെ കോക്കോ ആണ് ഈ നിൽക്കുന്ന ചെടി. ഇതെല്ലാം ഇൻഡോറിലാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഓർക്കിഡിൻ്റെ ഒരു പ്ലാന്റാണ്. പക്ഷെ അത് മരത്തിലിങ്ങനെ കയറ്റി വിട്ടിരിക്കണം. നല്ല പൂക്കൾ വരാൻ സമയമായി. ബഡ് ഉണ്ട്, അതിനുണ്ട്, വിടർന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഗൾഫിൽ കാണുന്ന തെങ്ങ. ഈ ചെടി കണ്ടിട്ടില്ലേ നാട്ടിലെ വേലിക്ക് നിൽക്കുന്ന എല്ലാ പ്ലാന്റുകളും നോക്കണ്ട. അല്ല, ഇത് എന്തുവാ, നമ്പ്യാർ വട്ടത്തിൻ്റെ ചെടിയും അതും ഇൻഡോർ പ്ലാന്റാണ്. എത്ര വർഷത്തെ പഴക്കമുള്ള ചെടിയാണെന്നറിയാമോ? ഇത് സ്വീറ്റ് ഒലിവ്. ഒലിവിൻ്റെ കായൊന്നും കാണുന്നില്ല, പൂക്കളുണ്ട്. ഈസ്റ്റ് ഏഷ്യ എന്നുള്ള പ്ലാന്റാണത്. നമ്മുടെ അല്ല, എന്തെല്ലാം അമ്പലത്തിൽ പൂജയ്ക്കുള്ള ചെത്തിപ്പൂ. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന കളക്ഷനാണ്. ഇവർ തണുപ്പത്ത് മാത്രം അത് വളരില്ല. ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ്. നിറയെ ഇൻഡോറിൽ കാണുന്ന എല്ലാ പ്ലാന്റിലും ഇത് ഹൈബിസ്കസിൻ്റെ ചെമ്പരത്തിയുടെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാ കളറിലും ചെമ്പരത്തി. ഇതെല്ലാം വെറൈറ്റി ചെടികളാണ് കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റിലെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് subscribe, like and share and give me the valuable comments. Bye guys.